5 വർഷം കൂടുമ്പോൾ 2 രാഷ്ട്രീയ മുന്നണികൾ മാറി മാറി ഭരണം നടത്തുന്ന ഭരണകൂടത്തിനു കീഴെ നിയമം നടപ്പാക്കുക എന്ന ചുമതലയായിരുന്നു കേരള പോലീസിന്. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ മുന്നണിയെ കൂടി പരിഗണിക്കുന്ന ഒരു രീതി കേരള പോലീസിനുണ്ടായിരുന്നു. കാരണം ആ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ മുന്നണി ആയിരിക്കും അടുത്ത തവണ അധികാരത്തിൽ വരുന്നത് എന്നൊരു ചിന്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം വന്നത് 2021-ലാണ്. 2016 അധികാരത്തിലേറിയ പിണറായി മന്ത്രിസഭ 2021 വീണ്ടും അധികാരത്തിൽ വന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം എന്ന സംവിധാനം രൂപപ്പെട്ടതോടെ ആ രീതിക്ക് മാറ്റം വന്നു. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സർക്കാർ കേരളം ഭരിക്കുന്ന സമയങ്ങളിൽ CPM നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ മുന്നണി നടത്തിയ സമരങ്ങളൊക്കെ പേരുകേട്ടവയായിരുന്നു. കാരണം ഇടതുമുന്നണി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ യുവജന സംഘടനയായ DYFIയും വിദ്യാർത്ഥി സംഘടനയായ SFIയും സമരമുഖങ്ങളിൽ അവരുടെ പൂർണ്ണ ശക്തി പുറത്തെടുക്കുമെന്നുള്ളതാണ് അനുഭവം. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അത്തരത്തിൽ വലിയൊരു സമരരീതിയൊന്നും കേരളം കണ്ടിട്ടില്ല. പ്രതിപക്ഷത്തിരിക്കുന്നത് UDF ആണ്. ഇക്കാലയളവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ 1-2 സമരവും ഇടയ്ക്കിടെ യുവമോർച്ച നടത്തുന്ന സമരങ്ങളുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു സമരം പോലും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിലെത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമരത്തിനിടെ ഈ പ്രതിപക്ഷ സംഘടനകൾ പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന് ആരോപിക്കുമെങ്കിലും അത്തരത്തിലുള്ള ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ പോലീസ് അതിന് മെനക്കെടാറില്ല. ഇടതുപക്ഷം 2 തവണയായി കേരളം ഭരിക്കുന്നു. അടുത്ത തവണ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് UDF മുന്നണിയിലെ പ്രബല പാർട്ടികൾ കരുതുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ഭരണമാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷ വച്ചു പുലർത്തുന്നുമുണ്ട്. എന്നാൽ UDFിലെ ചെറിയ ഘടകകക്ഷികൾക്ക് അക്കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വന്നതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന നിലയിലാണ് ഈ പറയുന്ന ചെറു പാർട്ടികൾ മുന്നണിക്കുള്ളിൽ തുടരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഭരണമാറ്റം ഉണ്ടാകുമെന്ന് UDF പ്രതീക്ഷയും ചില മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളും മുഖവിലക്കി എടുത്തിട്ടായിരിക്കും പോലീസ് പ്രതിപക്ഷത്തോട് ഒരു ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കേരള പോലീസിനെതിരെയാണ് 2 ദിവസം മുൻപ് BJPയിൽ നിന്നും ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർന്നത്. ആരോപണം ഉയർത്തിയത് BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ആരോപണം ഇത്തിരി ഗൗരവമുള്ളത് തന്നെയാണ്. പോലീസ് സേനയ്ക്കുള്ളിൽ 60% ഉദ്യോഗസ്ഥരും BJP അനുഭാവികളെന്നാണ് ശോഭാ സുരേന്ദ്രൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇത് പറയുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം മറ്റൊരു സംഭവം നടന്നിരുന്നു. CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടയുകയും തുടർന്ന് സ്ഥലത്ത് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിൻ്റെ തലയ്ക്ക് അടിയേറ്റിരുന്നു. മാസ്കും തൊപ്പിയും വച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ BJP പ്രസിഡന്റിനെ പിറകിലൂടെ എത്തി ലാത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഇതാരാണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ശോഭാ സുരേന്ദ്രൻ കേരള പോലീസിലെ BJPക്കാരുടെ കണക്കെടുത്ത് നൽകിയത്. എന്നാൽ ഈ 60% വരുന്ന സ്വന്തം ആൾക്കാർ BJPക്കുള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ ആത്മാർത്ഥതയുള്ള ഒരൊറ്റ എണ്ണമില്ലെന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ മനസ്സിലായിരിക്കുന്നത്. മാത്രമല്ല 2 കാര്യങ്ങളുടെ സത്യാവസ്ഥയും, അതായത് ശോഭാ സുരേന്ദ്രനെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്ത ആളെക്കുറിച്ചും സംഭവം നടന്നതിൻ്റെ തലേ ദിവസം BJP ജില്ലാ പ്രസിഡന്റിനെ പോലീസ് അടിച്ച് തലപൊട്ടിച്ചതിൻ്റെ കാരണവും ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. ഞാൻ ആദ്യമേ പറയാം, ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ സത്യമാകാനാണ് വഴി. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന്, അതായത് തൃശ്ശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ BJP മാർച്ചിൽ സംഘർഷം ഉണ്ടാകുമെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടെന്ന് അവർ പറഞ്ഞാൽ അക്കാര്യം സത്യമായിരിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായുള്ള കാരണം വച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് അന്ന് എന്താണ് സംഭവിച്ചത് എന്നുകൂടി പറയണം. CPM ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ പോയ BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും CPM പ്രവർത്തകരുടെയും അതുപോലെ പോലീസിൻ്റെയും അടി ആവശ്യം പോലെ ലഭിച്ചതിനെ തുടർന്ന് അതിൻ്റെ പ്രതിഷേധം ആയിട്ടാണ് തൃശ്ശൂർ കമ്മീഷൻ ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിനിടെയാണ് ശോഭാ സുരേന്ദ്രൻ തന്നെ വിളിച്ച പോലീസുകാരനെക്കുറിച്ച് പറഞ്ഞത്. വീട്ടിൽ നിന്നിറങ്ങും മുൻപ് ഫോൺ വന്നു. BJPക്കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പനിയോ ചെവിയിൽ അസുഖമോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കേണ്ട, വെള്ളം ചീറ്റിക്കും എന്നായിരുന്നു ഫോൺ കോൾ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. മാത്രമല്ല അതിനൊപ്പം തന്നെ കേരള പോലീസിൽ 60% പേരും മോദി ഫാൻസാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതിന് തുടർച്ചയായി മറ്റു ചില കാര്യങ്ങൾ കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. ആ കാര്യം ഇത്തിരി പ്രധാനപ്പെട്ടതാണ് കേട്ടോ. പോലീസുകാരെ കൊണ്ട് തങ്ങളെ, അതായത് BJP നേതാക്കളെ സല്യൂട്ട് അടിപ്പിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിക്ക് മാത്രമേ സല്യൂട്ട് നൽകുന്നുള്ളൂ എന്നും ഇനി വരുന്ന കാലത്ത് ഞങ്ങളെയും നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരുമെന്നുമൊക്കെ പ്രസംഗത്തിനിടയിൽ ഈ പുള്ളിക്കാരത്തി പറയുന്നുണ്ട്.
ഈ അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസുകാർ ഒരു MP എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് നൽകുന്നുണ്ടെങ്കിൽ, അങ്ങനെ നൽകണമെന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ പുള്ളി ചോദിച്ചു വാങ്ങിക്കാറുണ്ട്. ഒരു സല്യൂട്ടല്ലേ, അത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കിടന്ന് കരയുമെന്ന് കരുതി സല്യൂട്ട് ആവശ്യപ്പെടുമ്പോൾ പോലീസുകാരിൽ ചിലർ സുരേഷ് ഗോപിക്ക് അത് നൽകാറുണ്ട്. അങ്ങനെ നൽകുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ശോഭാ സുരേന്ദ്രന് നല്ല അസൂയയും വിഷമവും ഉണ്ട്. അതായത് പുള്ളിക്കാരത്തെ പ്രസംഗത്തിൽ സുരേഷ് ഗോപിക്ക് മാത്രം ഇപ്പോൾ സല്യൂട്ട് നൽകുന്ന നിങ്ങൾ ഞങ്ങൾക്കും സല്യൂട്ട് നൽകുമെന്ന് പറയുമ്പോൾ, സുരേഷ് ഗോപിക്ക് മാത്രം സല്യൂട്ട് ലഭിക്കുന്നതിൽ പുള്ളിക്കാരത്തേക്ക് വിഷമമുണ്ട് എന്നും എന്നെങ്കിലും ഞങ്ങൾക്കും അത് കിട്ടുമായിരിക്കും എന്ന് തന്നെയാണ് അവർ മനസ്സിൽ പറയുന്നത്. എന്നാൽ അതിനു മുൻപേ പറഞ്ഞ പോലീസിൽ നിന്ന് ഒരാൾ തന്നെ വിളിച്ചു എന്നും തനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു എന്നുമുള്ള കാര്യം സത്യം തന്നെ എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ അത് ശോഭാ സുരേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ പോലീസിനുള്ളിലെ മോദി ഫാൻസിലെ ഒരു അംഗമല്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത ബന്ധുവായ, അതായത് വളരെ അടുത്ത ബന്ധുവായ ഒരു വ്യക്തി പോലീസ് സേനയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ആ വ്യക്തി ശോഭാ സുരേന്ദ്രനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എന്ന് അറിഞ്ഞ് വിളിച്ചു മുന്നറിയിപ്പ് കൊടുക്കുകയുമായിരുന്നു എന്നുമാണ് BJPയിലെ ചില നേതാക്കൾ തന്നെ വെളിപ്പെടുത്തുന്നത്. അത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുന്നിൽ വന്ന് നിൽക്കരുത്, BJPക്കാരെ കൈകാര്യം ചെയ്യാൻ പോലീസ് തയ്യാറായി നിൽക്കുകയാണ്, വെള്ളം ചീറ്റിക്കും, പനിയോ ചെവിയിൽ അസുഖമോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കരുത് എന്നൊന്നുമല്ല പറഞ്ഞത്. കഴിഞ്ഞ ദിവസം CPM ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിൻ്റെ തല അടിച്ചു പൊട്ടിച്ചതുപോലെ ഇന്നൊരു സംഘർഷം നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ നന്നായി കിട്ടുമെന്നാണ് ആ ഫോൺ കോളിൽ പറഞ്ഞതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം മാർച്ച് വളരെ സമാധാനപരമായിരുന്നു എന്നുള്ളത് കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പ്രസംഗിച്ചപ്പോൾ വേറെ രീതിയിലാണ് അത് മാറ്റി പറഞ്ഞതെങ്കിലും യാഥാർത്ഥ്യം ഇങ്ങനെയാണെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ തെളിവ് സഹിതം വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ്. ഇനി പോലീസിന് 60% മോദി ഫാൻസിൻ്റെ കാര്യം, അതും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പോലീസിലെ 60% ഉദ്യോഗസ്ഥരും മോദി ഫാൻസ് ആണെന്നും എന്നാൽ അവർ പ്രകടമായി മോദി താൽപ്പര്യം പുറത്തെടുക്കാറില്ലെന്നും എല്ലാവർക്കും ഫേവറബിളായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോദി ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. തൃശ്ശൂരിലെ BJP പ്രവർത്തകർ ഇപ്പോൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അന്ന്, അതായത് BJPയുടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കുള്ള മാർച്ചിനിടയിൽ ജില്ലാ പ്രസിഡന്റിൻ്റെ തലയിൽ ലാത്തി കൊണ്ടടിച്ച പോലീസുകാരൻ ആരാണ് എന്നറിയാൻ. സംഭവം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇത്രയും ദിവസമായിട്ട് ആ പോലീസുകാരൻ ആരാണ് എന്ന് BJP പ്രവർത്തകർക്കോ ഏതെങ്കിലും BJP നേതാക്കൾക്കോ അറിയാൻ സാധിച്ചോ? കേരള പോലീസിൽ 60% മോദി ഭക്തരാണെന്നാണല്ലോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈസിയായി അറിയാവുന്ന കാര്യമല്ലേ ഇത്? മാധ്യമങ്ങൾക്ക് മുന്നിൽ വച്ച് നടന്ന ഈ സംഭവത്തിലെ പോലീസുകാരൻ ആരാണെന്ന് എന്തുകൊണ്ടാണ് ഈ മോദി ഫാൻസായ പോലീസുകാർ ഒന്നും മാധ്യമങ്ങളോട് പറയാത്തത്? ഇനി അവർക്ക് മോദിയെ മാത്രമേ ഇഷ്ടമുള്ളൂ, കേരളത്തിലെ BJPക്കാരെ ഇഷ്ടമല്ലേ? കേരളത്തിലെ BJPക്കാരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ ഒരു BJP നേതാവിനെ അടിച്ച പോലീസുകാരൻ ആരാണെന്ന് മോദി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സൊസൈറ്റിയിലെ അംഗങ്ങൾ നിങ്ങളോടൊന്നും പറയാത്തത്? എൻ്റെ പൊന്ന് ശോഭ ചേച്ചി, തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളെപ്പറ്റി പറയുന്നൊരു കാര്യമുണ്ട്, മൈക്ക് ലഭിച്ചാൽ സംസാരം കൈവിട്ടു പോകുമെന്ന്. ചാനൽ ചർച്ചകളിലൊക്കെ നമ്മളത് ഒരുപാട് കണ്ടിട്ടുണ്ട്. കൺകറണ്ട് ലിസ്റ്റും നിങ്ങളുടെ ഹിന്ദിയും ഒക്കെ നമ്മളെ കുറേ ചിരിപ്പിച്ച കാര്യങ്ങളാണ്. അതൊക്കെ ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും പറയുമായിരുന്നു. ഇതിപ്പോൾ പബ്ലിക്കായി പുറത്തിറങ്ങി നടത്തുന്ന തള്ളൽ കൂടി കാണേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് പാവം നമ്മൾ. പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, അടിവരും സൂക്ഷിക്കണം എന്ന് അന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങളുമായി അടുപ്പമുള്ളൊരു പോലീസുകാരനാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒരു ബന്ധു എന്ന നിലയിലാണ് നിങ്ങളെ ആ പോലീസുകാരൻ വിളിച്ച് കാര്യം പറഞ്ഞതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ പോലീസിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ചോർത്തിത്തരുന്ന ആളാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ ആ പുള്ളിക്കാരനോട് ചോദിച്ചാൽ പോരെ തലേദിവസം ജില്ലാ പ്രസിഡന്റിൻ്റെ തല അടിച്ചു പൊട്ടിച്ച ആൾ ആരാണെന്ന്? പുള്ളിക്കാരൻ വിചാരിച്ചാൽ കിട്ടാത്ത വിവരങ്ങളൊന്നും തൃശ്ശൂരിലെ പോലീസിൽ കാണില്ലല്ലോ. തീർച്ചയായും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ കാര്യം പറഞ്ഞേനെ, ആളെയും കാണിച്ചു തന്നേനെ. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തന്നേനെ. കാരണം നിങ്ങളോട് അത്ര ആത്മാർത്ഥതയുള്ളത് കൊണ്ടാണല്ലോ പുള്ളിക്കാരൻ മാർച്ചിന് മുന്നിലൊന്നും ഒന്ന് നിൽക്കരുത് എന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നത്. അത്ര ആത്മാർത്ഥതയുള്ള ഒരാളോട് നിങ്ങളൊരാളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ അയാൾ തരില്ലേ? ഉറപ്പായും തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ അങ്ങനെയല്ല എങ്കിൽ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കമ്മീഷണർ ഓഫീസിലേക്കുള്ള മാർച്ച് സമാധാനപരമായി നടത്തണമെന്ന് ഏതോ ഒരു അടുത്ത ബന്ധു വിളിച്ചു പറഞ്ഞ കാര്യത്തിനെ വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് മാറ്റിയപ്പോൾ
അതിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു കുരുക്കുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ഓർത്ത് കാണില്ല, അല്ലേ? പിന്നെ തലേ ദിവസം നടന്ന മാർച്ചിൽ ജില്ലാ പ്രസിഡന്റിന് അടി കിട്ടിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരം മാർച്ചിൽ നടത്തിയ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങളായിരുന്നു അതിന് കാരണമെന്നാണ്. CPM ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയതെങ്കിലും BJP പ്രവർത്തകർ തെറി വിളിച്ചത് CPM പ്രവർത്തകരെ അല്ല. CPM പ്രവർത്തകർ അവിടെ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ CPM ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം BJPക്ക് നന്നായി അറിയാം. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകേണ്ട എന്ന് കരുതി തന്നെയാണ് ആ ദേഷ്യം മുഴുവൻ BJP പ്രവർത്തകർ പോലീസിലോട് തീർത്തത്. തെറി വിളിച്ചതും അതുപോലെ പ്രകോപിപ്പിച്ചതും പോലീസിനെയാണ്. മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP മാർച്ച് നടത്തിയത് എന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും ആ ഒരു അടി നടന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വിഷയത്തിലേക്ക് പോയേനെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആരെയും കിട്ടാത്ത ദേഷ്യത്തിൽ CPM ഓഫീസിന് കല്ലെറിയുകയോ CPM പ്രവർത്തകരെ തെറി വിളിക്കുകയോ ഇവർ ചെയ്തേനെ. എന്നാൽ അതോടുകൂടി ചിലപ്പോൾ കഥയും മാറിയേനെ.